ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനം. അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്ത് 3 പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലാശയങ്ങളിൽ കുളിച്ചവർ രോഗലക്ഷണം കണ്ടാൽ ഇക്കാര്യം അറിയിച്ച് ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷ ചർച്ച ചെയ്യുന്നതിനുള്ള ഉന്നതതല അവലോകന യോഗം ഇടുക്കിയിൽ ചേർന്നു. പാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി MP രാജേഷ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സംസ്ഥാന സർക്കാർ നൽകും. സർക്കാർ ക്വാർട്ടേഴ്സുകൾക്ക് പുറമെ 100ഓളം വീടുകൾ സന്നദ്ധ പ്രവർത്തകർ സൌജന്യമായി നൽകിയിട്ടുണ്ട്. ഒരാൾക്കും പ്രയാസമുണ്ടാകാത്ത രീതിയിൽ താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഒരു കണക്ക് തയ്യാറാക്കി ഇനി അത് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് ക്യാമ്പുകളിൽ അവർ കൂടി അംഗങ്ങൾ, ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കൂടി അംഗങ്ങളായിട്ടുള്ള ഒരു ക്യാമ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി ഒരാൾക്കും പ്രയാസമില്ലാത്ത വിധത്തിൽ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുന്നതിനുള്ള ശാസ്ത്രീയമായ നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടറുടെയും സ്പെഷ്യൽ ഓഫീസറുടെയും ഒക്കെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരാശങ്കയും വേണ്ട, ഏറ്റവും പെട്ടെന്ന് നമുക്കത് പൂർത്തീകരിക്കാനും കഴിയും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെയും ഈടു നൽകിയ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. വയനാട് ഉരുൾപൊട്ടലിൽ വിവിധ രേഖകൾ നഷ്ടപ്പെട്ട 878 പേർക്ക് 2 ദിവസമായി നടന്ന പ്രത്യേക ക്യാമ്പയിനിലൂടെ 1162 അവശ്യ സേവന രേഖകൾ വിതരണം ചെയ്തു. റേഷൻ, ആധാർ കാർഡുകൾ, പാസ്ബുക്ക്, വോട്ടർ ID, പാൻ കാർഡ്, ഇൻഷുറൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസ രേഖകൾ ഉൾപ്പെടെയുള്ള പ്രാഥമിക രേഖകളാണ് 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തത്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നാളെയും തുടരും. ഇന്നത്തെ തിരച്ചിലിൽ ചാലിയാറിൽ നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തി. മഴയെ തുടർന്നാണ് അപകട മേഖലയിലെ തിരച്ചിൽ ഉച്ചയോടെ അവസാനിപ്പിച്ചത്. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തണലൊരുക്കാൻ തന്റെ പേരിലുള്ള 20 സെന്റ് ഭൂമി വിട്ടുനൽകി വയനാട് കോട്ടത്തറ സ്വദേശി അജിഷയും ഭർത്താവ് ഹരിദാസും. ഭൂമിയുടെ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇരുവരും ചേർന്ന് കൈമാറി. അജിഷയുടെ അച്ഛനും അമ്മയ്ക്കും വീട് വയ്ക്കുന്നതിനായി വയനാട് കമ്പളക്കാട് വാങ്ങിയ സ്ഥലമാണ് ദുരിതബാധിതർക്ക് വീട് വയ്ക്കാനായി സർക്കാരിലേക്ക് വിട്ടുനൽകിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്ത് 3 പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കുളം, തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം അറിയിച്ച് ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത്തരം ജലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടേണ്ടതാണ്. 97% മരണനിരക്കുള്ള രോഗമാണിതെന്നും ആരംഭത്തിൽ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നത് പ്രധാനമാണെന്നും മന്ത്രി അറിയിച്ചു. ലോകത്ത് തന്നെ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് ആകെ 11 പേർ മാത്രമാണ്. കേരളത്തിൽ 2 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയതെന്നും മന്ത്രി അറിയിച്ചു. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത്. വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബ ഉണ്ടായേക്കാം. മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല അവലോകന യോഗം ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്നു. സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ യോഗത്തിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ നടപ്പാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും. ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം. ഇതിനായി ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും. അനാവശ്യ ഭീതി വരുത്തുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കും. സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും. ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കി വിഷയം സംബന്ധിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. 15-ാം തീയതിയിലെ യോഗത്തിന് ശേഷം പുതിയ സമരപരിപാടികളിൽ തീരുമാനമെടുക്കുമെന്നും സമിതി അറിയിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് കേരളത്തിൽ ഉയരുന്ന അനാവശ്യ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് കർഷക സംഘടനകൾ മാർച്ച് നടത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തരുതെന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നുമാണ് കർഷക സംഘടനകളുടെ ആരോപണം. കുമളിയിലേക്കുള്ള ചുരം പാത ഉപരോധിക്കാനെത്തിയ സമരക്കാരെ ലോവർ ക്യാമ്പിൽ പോലീസ് തടഞ്ഞു. കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കണമെന്ന കെട്ടിട നിർമ്മാണ വ്യവസ്ഥയിൽ ഇളവ് വരുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ്. കെട്ടിടം നിർമ്മിക്കുന്ന വ്യക്തിയുടെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരിഷ്കരണ നടപടികൾ വിശദീകരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ കാലാവധി ലളിതമായ നടപടികളിലൂടെ 15 വർഷം വരെ നീട്ടുന്നതിന് സൌകര്യമൊരുക്കും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ജനസൌഹൃദവും കാര്യക്ഷമവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സമയബന്ധിതമായി സേവനം ഉറപ്പാക്കാനും അഴിമതി പൂർണ്ണമായി തടയാനും ലക്ഷ്യമിട്ട് കോൾ സെന്ററും വാട്സ്ആപ്പ് നമ്പറും ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തുടക്കം കുറിച്ച് ഓഗസ്റ്റ് 15 രാവിലെ 9-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യവും മുഖ്യമന്ത്രി സ്വീകരിക്കും. സ്വാതന്ത്ര്യദിന സന്ദേശം അദ്ദേഹം ചടങ്ങിൽ നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന ചടങ്ങുകളിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. സെബി മേധാവിക്കെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് KC വേണുഗോപാൽ MP. അന്വേഷണത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെബി മേധാവിക്ക് ഇത്തരം കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന വസ്തുത മറച്ചുവെച്ചാണ് സുപ്രീംകോടതിയിൽ സെബി റിപ്പോർട്ട് നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പേരിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് മുൻ മന്ത്രി V മുരളീധരൻ ആരോപിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് പോകരുത്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനം. അമീബിക് മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്ത് 3 പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജലാശയങ്ങളിൽ കുളിച്ചവർ രോഗലക്ഷണം കണ്ടാൽ ഇക്കാര്യം അറിയിച്ച് ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷ ചർച്ച ചെയ്യുന്നതിനുള്ള ഉന്നതതല അവലോകന യോഗം ഇടുക്കിയിൽ ചേർന്നു. പാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി MP രാജേഷ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.